പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ബിന്ദു ഇരയായത് ക്രൂര പീഡനത്തിന്. വെള്ളവും ഭക്ഷണവും നൽകാതെ ഒരു രാത്രി മുഴുവൻ സ്റ്റേഷനിലിട്ടു. പലതവണ ആവശ്യപ്പെട്ടാണ് വെള്ളമില്ലാത്ത ശുചിമുറി ഉപയോഗിക്കാൻ പോലും അനുവദിച്ചത്. ഭർത്താവിനെയും മകളെയും കേസിൽപ്പെടുത്തുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും ബിന്ദു പറഞ്ഞു. ഞാൻ അവരെ മാളെ കണ്ടിട്ട് പിരിഞ്ഞു. ആ സാറാണ് എന്നെ ഭയങ്കരമായിട്ടും അനുഭവിച്ചിട്ടുള്ളത്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്കത് താങ്ങാൻ കഴിയാത്തൊരവസ്ഥ. ഉറങ്ങാനൊന്നും സമ്മതിച്ചില്ല. ഇച്ചിരി ഉറങ്ങാനേ സമ്മതിച്ചുള്ളൂ. പിന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല. വെള്ളം താഴ്ചപ്പോൾ പറഞ്ഞ് ശുചിമുറിയിൽ പോയി വെള്ളം എടുത്ത് കുടിക്കും. ഇവർ വന്നിട്ട് പോലും നമ്മൾ അറിയുന്നില്ല പോലീസുകാരാണെന്ന്. സിവിൽ ഡ്രസ്സിലാണ് വന്നത്. ഇവിടെ വന്ന സമയത്ത് ഞാൻ കസേരയൊക്കെ പറ ഇട്ട് കൊടുക്കുന്നു. അപ്പോഴാണ് അവർ പറയണത് വന്ന കാര്യം അറിഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞ ഇത്തരം വന്ന കാര്യം എൻ്റെ ഭാര്യ കൊണ്ടുവന്നതല്ലേ. അപ്പോൾ എൻ്റെ ഭാര്യ പറയണത്, ചേട്ടാ ഇതൊക്കെ എന്നെ ഈ മോഷണ കേസ് പ്രതിയാക്കിയെന്ന്. നമ്മൾ അന്തം വിട്ടു. എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾ ഭക്ഷണമായിട്ട് ചെന്നപ്പോൾ എൻ്റെ മോനെ ചെന്നത് എന്നെ ദൂരെ നിർത്തിയിരിക്കുകയല്ലേ. എൻ്റെ മോൻ ചെന്ന സമയത്ത് പറഞ്ഞു, നീ ഒന്ന് ഭക്ഷണം കൊടുക്കണ്ട, നീയൊക്കെ ഭക്ഷണം കൊടുത്ത് ഒരു പ്രതിയെ കിട്ടിയപ്പോൾ ഭക്ഷണം കൊടുത്ത് വിഷം കൊടുത്ത് കൊല്ലാൻ കൊണ്ടുവരണമെന്ന് എൻ്റെ മോനൊക്കെ പറഞ്ഞത്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആഷിഖ്, ഓരോ തവണ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അല്പസമയം മുമ്പ് KPCC അധ്യക്ഷൻ സന്ദർശിക്കാനെത്തിയപ്പോഴും ഒക്കെ ബിന്ദുവിന്റെ കണ്ണു നിറയുന്നതും ശബ്ദമിടർന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത്രമേൽ അവർ ആ ദിവസം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. തീർച്ചയായും സംസ്ഥാനത്ത് ഒരു നിയമപാലക സംവിധാനം എങ്ങനെ പ്രവർത്തിക്കരുത് എന്നുള്ളതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം എന്ന് എടുത്തു പറയണം പേരൂർക്കടയിലെ ഈ ബിന്ദുവിനുണ്ടായ ഈ അനുഭവം. ബിന്ദു പേരൂർക്കടയിലെ ഒരു വീട്ടിൽ ഈ പരാതി മാല നഷ്ടപ്പെട്ടുവെന്ന് പരാതി നൽകിയ ഓമന ഡാനിയൽ എന്ന സ്ത്രീയുടെ വീട്ടിൽ 3 ദിവസം മാത്രമാണ് ജോലിക്ക് ചെയ്യുന്നത്. 3 ദിവസം ജോലിക്ക് 3-ാം ദിവസം ജോലി പൂർത്തിയാക്കി 23-ാം തീയതി വീട്ടിലേക്ക് മടങ്ങുവാൻ വേണ്ടി ബസ് കയറാൻ നിൽക്കുമ്പോഴാണ് പേരൂർക്കട സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിക്കുന്നത്. അന്ന് കയ്യിലില്ലാത്ത പണം കടം മേടിച്ച് ഓട്ടോറിക്ഷ കയറി സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും അവിടെ എത്തുന്നത് താൻ ഒരു മോഷ്ടാവായി ചിത്രീകരിക്കപ്പെടുന്ന ഇടത്തേക്കാണ്. ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ തന്റെ ഭാഗമോ കേൾക്കാതെ ബിന്ദുവിനെ പൂർണ്ണമായ ഒരു കള്ളിയാണ് എന്ന് ചിത്രീകരിക്കാൻ പോലീസ് സംവിധാനം മുഴുവൻ കൂട്ടുനിന്നു എന്നുള്ളതാണ്. ഒരു രാത്രി മുഴുവൻ അവരെ പിടിച്ചു വെക്കുകയും ഭക്ഷണമോ വെള്ളമോ പോലും നൽകാതെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് സംസ്ഥാനത്തെ നിയമ സംവിധാനത്തെ ആകെ തന്നെ അപമാനം നൽകുന്ന ഒന്നാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഈ വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ബിന്ദു പേരൂർക്കട സ്റ്റേഷനിലേക്ക് എത്തുന്നത്. പിന്നീട് 8 മണി വരെ അവിടെ ക്രൂരമായി അപമാനിച്ച് നഗ്നമായി ശരീര പരിശോധന അടക്കം നടത്തിക്കൊണ്ട് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചതിന് ശേഷം രാത്രി 8 മണിയോടുകൂടി എത്ര നേരം വീട്ടുകാരെ ആരെയും ഒരു വിവരം പോലും അറിയിക്കാൻ അനുവദിക്കാതെ പിടിച്ചു വെച്ചതിന് ശേഷം രാത്രി 8 മണിയോടുകൂടി ബിന്ദുവിന്റെ നാട്ടിൽ രാത്രിക്ക് രാമാനം കൊണ്ടുചെന്ന് ഈ തെളിവെടുപ്പ് നടത്തി. വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണമാല വീണ്ടെടുക്കാൻ എന്ന വണ്ണം ഈ പോലീസ് ബിന്ദുവിനെയും കൂട്ടിച്ചെന്ന് വീട്ടിൽ ചെന്ന് കുടുംബാംഗങ്ങളെയും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പിൽ മോഷ്ടാവായി ചിത്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുകയായിരുന്നു ചെയ്തത്. ആ ഘട്ടത്തിലൊക്കെ വലിയ മനോവിഷമം ബിന്ദു അനുഭവിക്കുന്നുണ്ട്. കാലുപിടിച്ച് പലവട്ടം പറയുന്നുണ്ട് താനല്ല ഈ മോഷണം നടത്തിയത്, താൻ മോഷണം നടത്തിയിട്ടില്ല എന്ന് പലകുറി ആവർത്തിച്ച് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ തന്നെ പരസ്യമായി ഒരു തെളിവെടുപ്പ് എന്ന പേരിൽ പരസ്യമായി നാട്ടുകാരുടെ മുൻപിൽ മോഷ്ടാവായി ചിത്രീകരിച്ച് പ്രദർശനം നടത്തുന്നുണ്ട് പേരൂർക്കടയിലെ പോലീസ് ഉദ്യോഗസ്ഥർ. ഇതിനുശേഷം അവിടെ നിന്നെങ്ങും ഈ മാല കണ്ടെടുക്കാൻ കഴിയാത്തതിന്റെ അത്രയും വികാരം അത്രയും പ്രകടിപ്പിച്ചത് തിരിച്ച് വാഹനത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മടങ്ങി വരുമ്പോഴാണ് എന്ന് ബിന്ദു ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. അതിൽ ഒരു SI നിരന്തരം തന്നെ ആക്രോശിച്ചുകൊണ്ട് ജീവിതത്തിൽ ഇതേവരെ കേൾക്കാത്ത അത്ര അസഭ്യ വർഷം ചൊരിഞ്ഞു എന്നാണ് ബിന്ദു നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ. ആ നിലയിൽ ക്രൂരമായി മാനസിക പീഡനത്തിരയാക്കിക്കൊണ്ടായിരുന്നു ഒരു രാത്രി അത്രയും ഒരു ദളിത് സ്ത്രീ അധ്വാനിച്ച് തന്റെ കുടുംബം പോറ്റുവാനായി വീട്ടിൽ നിന്ന് പുറപ്പെട്ട ഒരു ദളിത് സ്ത്രീ സംസ്ഥാനത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ നിലയിലുള്ള ദുരനുഭവം നേരിടുന്നത്. അപ്പോഴും കടുത്ത പീഡനം തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരിൽ നിന്ന് സ്ത്രീ അനുഭവിച്ചത്. വിവരങ്ങളാണ് മുഹമ്മദ് ആഷിഖ് നൽകിയത്.